കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് ഇംഗ്ലീഷാണ്. കാരണം നമ്മൾ ഒരു സ്കൂൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും അതല്ല ജോബിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഈവൻ നമ്മൾ ജോബിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊരു പ്രൊമോഷൻ വേണമെന്നുണ്ടെങ്കിലൊക്കെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷന് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പേടിയൊന്നും കൂടാതെ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാം ഏതൊരു ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ വൊക്കാബുലറി അഥവാ അതിലുള്ള വാക്കുകൾ അതിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. വാക്കുകൾ നമുക്കറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് സെൻറ്റൻസുകളാക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ നമ്മൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറി എടുത്തിട്ട് അതിലുള്ള എല്ലാ വാക്കുകളും നമുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഡേ ടു ഡേ കമ്മ്യൂണിക്കേഷനിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ നമ്മൾ പഠിച്ചു വെക്കണം. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കടമ്പ നമ്മൾ കഴിഞ്ഞു. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ അച്ചീവ് ചെയ്യുന്നതിലുള്ള ഫസ്റ്റ് കടമ്പ അതാണ്. അപ്പോൾ വൊക്കാബുലറി പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നൊരു വേർഡ് ഇൻറ്റഗ്രിറ്റിയാണ്. ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധത അല്ലെങ്കിൽ ഹോണസ്റ്റ്. വേറൊരു വേർഡാണ് ഒബ്സ്റ്റാക്കിൾ. ഈ ഒബ്സ്റ്റാക്കിൾ എന്നുള്ള വേർഡിൻ്റെ മീനിങ് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ.